സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചാൽ എന്തു സംഭവിക്കും? ആരായാലും സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കരുത്. വഞ്ചിച്ചാൽ ആ മനസ്സാക്ഷി തന്നെ അയാളെ ദഹിപ്പിക്കും. മനുഷ്യൻ്റെ മനസ്സാക്ഷി ബോധത്താൽ പ്രവർത്തിക്കുന്നു. ബോധം എന്നാൽ ജ്ഞാനം. അചഞ്ചലമായ സത്യമാണ്. സത്യപ്പൊരുളെന്ന ബോധത്തെ മറന്ന് കർമ്മം ചെയ്താൽ ആ ബോധം അവനിൽ അസ്വസ്ഥത ഉളവാക്കും. സ്വയരക്ഷ അടക്കി വാഴുന്ന ഒരാൾ എപ്പോഴും തൻ്റെ കോപത്തെ അടക്കി വാഴണമോ? സ്വയരക്ഷ കരുതുന്ന ഒരാൾ എപ്പോഴും തൻ്റെ കോപത്തെ അടക്കി വാഴണം. കോപത്തെ അടക്കാതിരുന്നാൽ ആ കോപം സ്വയം ആത്മഹത്യാ കർമ്മമായി മാറും. ആത്മശാന്തി കൈവരിക്കണമെങ്കിൽ ക്ഷോഭം ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ആ ക്ഷോഭം സ്വന്തം ആത്മശാന്തി ഇല്ലാതാക്കും. കോപം ജീവിതത്തെ അതിഭയങ്കരമായ വിടവുകൾ ചെയ്യുന്നതോടൊപ്പം ജീവഹാനിക്കു വരെ വഴിയൊരുക്കുന്നു. തപോധർമ്മം അനുഷ്ഠിക്കുന്നവരുടെ കോപാഗ്നി അവരുടെ തപോമഹിമ നശിപ്പിക്കും. വിശ്വാമിത്രൻ്റെ കോപത്താൽ അദ്ദേഹം വസിഷ്ഠമുനിയുടെ മുമ്പിൽ അപമാനിതനായതും തപശക്തി നശിച്ചതുമായ കഥ നിങ്ങൾക്കറിയാലോ. താപസർ കോപാവേശത്താൽ ശാപം നൽകിയാൽ തപോബലം നശിച്ച് വീണ്ടും ജന്മസാഗരം നീന്തുവാൻ ഇടയാകും. മനസ്സിൽ കോപചിന്ത വെടിഞ്ഞ ഒരാൾക്ക് ചിന്തിക്കുന്നതെല്ലാം ഉടനെ ലഭ്യമാകുമോ? മനസ്സിൽ കോപചിന്ത വെടിഞ്ഞ ഒരാൾക്ക് ചിന്തിക്കുന്നതെല്ലാം ഉടനെ ലഭ്യമാകും. ഗൃഹസ്ഥാശ്രമിക്ക് കോപം അപ്പാടെ മാറ്റിയെടുക്കുക അസാധ്യമാണ്. എന്നാൽ സത്യാന്വേഷിയായ സന്യാസി കോപം മുഴുവനും നശിച്ചവനായിരിക്കും. മനസ്സിൽ കോപം വന്നാൽ മാത്രമേ കോപചിന്ത പാടെ നീങ്ങിയ അവസ്ഥയിലേക്ക് എത്താനാവുകയുള്ളൂ. എല്ലാവരും അവരവരുടെ കോപത്തെ കൺട്രോൾ ചെയ്യണം. ധാർമ്മിക കർമ്മം എന്നാൽ ഒരു ജീവനെയും ഹിംസിക്കാതിരിക്കുക എന്നതാണോ? ധാർമ്മിക കർമ്മം എന്നാൽ ഒരു ജീവനെയും ഹിംസിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. ഹിംസാകർമ്മത്താൽ മറ്റ് എല്ലാ അധർമ്മങ്ങളും വന്നു ചേരും. മറ്റെല്ലാ ധർമ്മങ്ങളും ഒരാളിൽ അടങ്ങിയിരുന്നാലും ഹിംസചിന്ത അയാളിൽ കുടികൊണ്ടാൽ ആ കർമ്മത്താൽ അയാളിലുള്ള ധർമ്മം എല്ലാം നശിക്കും. ഹിംസയില്ലെങ്കിൽ മറ്റെല്ലാ ധർമ്മങ്ങളും അവനിൽ വന്നു ചേരും.